ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. സാങ്കേതിക സഹകരണം പ്രഖ്യാപിച്ച് TCSഉം ആന്ത്രോപിക്കും 50,000 ജീവനക്കാർക്ക് AI പരിശീലനം നൽകുന്നതിനൊപ്പം ബാങ്കിംഗ്, ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള മേഖലകൾക്കായി പുതിയ AI സേവനങ്ങൾ വികസിപ്പിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ ഉപയോഗം കൂടുതൽ വ്യാപിപ്പിക്കാൻ രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ക്ലോഡ് AI മോഡലിന്റെ നിർമ്മാതാക്കളായ ആന്ത്രോപിക്കുമായി ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം പ്രഖ്യാപിച്ചു. കരാറിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, നിയമം, മാർക്കറ്റിംഗ്, സെയിൽസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ 50,000 ജീവനക്കാർക്ക് ക്ലോഡ് AI പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് നൽകും. ഇതിലൂടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ AI കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനൊപ്പം ആ അനുഭവം ഉപഭോക്താക്കൾക്കായുള്ള സേവനങ്ങളിലും പ്രയോജനപ്പെടുത്താനാണ് TCSന്റെ ലക്ഷ്യം. ബാങ്കിംഗ്, ധനകാര്യ സേവനങ്ങൾ, ആരോഗ്യരംഗം, ലൈഫ് സയൻസ്, ടെലികോം, വ്യോമയാന മേഖലകൾ, പൊതുസേവനങ്ങൾ തുടങ്ങി കർശന നിയന്ത്രണങ്ങളുള്ള മേഖലകൾക്കായി പ്രത്യേക AI പരിഹാരങ്ങൾ വികസിപ്പിക്കാനും ഇരു കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിക്കും. ബിസിനസ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഉപഭോക്തൃ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള AI അധിഷ്ഠിത സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതേസമയം ഇന്ത്യയിൽ AI വൈദഗ്ധ്യമുള്ള തൊഴിൽശേഷി വളർത്തുന്നതിനായി TCS IOL പ്ലാറ്റ്ഫോം വഴി ക്ലോഡ് മോഡലുകളെ അടിസ്ഥാനമാക്കിയുള്ള പരിശീലന സർട്ടിഫിക്കേഷൻ പദ്ധതികളും നടപ്പാക്കും. AI ഭാവിയിലെ ബിസിനസ് വളർച്ചയുടെ പ്രധാന അടിത്തറയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരൻ ഇന്ത്യയിലെ യുവാക്കളെ AI യുഗത്തിനെ സജ്ജമാക്കുന്നതിൽ ഈ പങ്കാളിത്തം നിർണായകമാക്കുമെന്ന് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇലക്ട്രിക് SUV വിപണിയിൽ പുതിയ തരംഗമാകാൻ സ്കോഡ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 7 സീറ്റർ സ്കോഡ പീക്ക് ജൂൺ 23-ന് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കും. ശക്തമായ ഡിസൈനും 600 കിലോമീറ്റർ വരെ റേഞ്ചും വാഗ്ദാനം ചെയ്യുന്ന ഈ മോഡലിന്റെ ആദ്യ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വാഹനപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വാഹനത്തിന്റെ വിപണി പ്രവേശനത്തിന് മുന്നോടിയായി പ്രൊഡക്ഷൻ റെഡി പതിപ്പിന്റെ ആദ്യ ചിത്രങ്ങൾ സ്കോഡ പങ്കുവച്ചിരിക്കുകയാണ്. മൊത്തത്തിലുള്ള ആകൃതിയുടെയും രൂപത്തിന്റെയും കാര്യത്തിൽ സ്കോഡ കൺസെപ്റ്റ് കാറിനോട് വിശ്വസ്തത പുലർത്തുന്നുവെന്ന് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. പീക്കിന്റെ ഹൈലൈറ്റുകളിൽ ഇലക്ട്രിഫൈഡ് സ്കോഡ ഗ്രിൽ, വലിയ വീലുകൾ, വലിയ റിയർ ഓവർഹാങ്, ആകൃതിയിലുള്ള ടെയിൽ ലാമ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു. സ്കോഡയിൽ നിന്നുള്ള ഒരു പുതിയ ടീസർ വീഡിയോയിൽ കോഡിയാക്കിൽ നാം കണ്ടതിന് സമാനമായ ഒരു ഇന്റീരിയർ, എയ്റോ വീലുകൾ, പോപ്പ് ഔട്ട് ഡോർ ഹാൻഡിലുകൾ എന്നിവ വെളിപ്പെടുത്തുന്നു. 4.9 മീറ്റർ നീളവും 6-7 സീറ്റർ പതിപ്പുകളിൽ 3 നിര സിറ്റിംഗും ഇതിൽ ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. കോഡിയാക്കിന്റെ അതേ ഫീച്ചർ ലിസ്റ്റ് ഇതിന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഫുൾ ചാർജിൽ 460-600 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് നൽകുന്ന ബാറ്ററി പാക്കുകളും ഇതിനുണ്ടാകും. സ്റ്റാൻഡേർഡ് കാറിനു പുറമെ ഒരു സ്പോട്ട് ലൈൻ വേരിയന്റും ഉണ്ടാകുമെന്ന് സ്കോഡ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉപയോഗക്ഷമത മെച്ചപ്പെടുത്താൻ പുതിയ നീക്കവുമായി ഇൻസ്റ്റഗ്രാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും ആവശ്യമില്ലാത്ത ഉള്ളടക്കങ്ങൾ ഒഴിവാക്കാനും ഇൻസ്റ്റഗ്രാം പുതിയ സംവിധാനം അവതരിപ്പിച്ചു. ഉപയോക്താക്കൾക്ക് കൂടുതൽ വ്യക്തിഗത നിയന്ത്രണം നൽകുന്ന പുതിയ ഫീച്ചറുമായി ഇൻസ്റ്റഗ്രാം യുവർ അൽഗോരിതം എന്ന ഫീച്ചർ പ്രധാന ഫീഡിലേക്കും വ്യാപിപ്പിച്ചതോടെ ഇനി ഉപയോക്താക്കൾക്ക് തങ്ങൾക്ക് കാണേണ്ട ഉള്ളടക്കങ്ങൾ കൃത്യമായി തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതുവരെ ലൈക്കുകൾ, ഷെയറുകൾ, വീഡിയോ കാണുന്ന സമയം തുടങ്ങിയ ഉപയോക്തൃ പെരുമാറ്റങ്ങൾ വിലയിരുത്തിയാണ് ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം ശുപാർശകൾ നൽകിയത്. എന്നാൽ പുതിയ സംവിധാനത്തിലൂടെ ട്രാവൽ, ഫിറ്റ്നസ്, ടെക്നോളജി, ഫാഷൻ തുടങ്ങിയ താൽപര്യ വിഷയങ്ങൾ നേരിട്ട് ക്രമീകരിക്കാനും ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ ഒഴിവാക്കാനും ഉപയോക്താക്കൾക്ക് കഴിയും. റീൽസിലും എക്സ്പ്ലോർ വിഭാഗത്തിലും നേരത്തെ ലഭ്യമായിരുന്ന ഈ ഫീച്ചർ ഇപ്പോൾ പ്രധാന ഫീഡിലേക്കും എത്തിയതോടെ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നതിൽ അൽഗോരിതത്തിനേക്കാൾ കൂടുതൽ സ്വാധീനം ഇനി ഉപയോക്താക്കൾക്കായിരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.